മോർണിംഗ് 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 എവരിബഡി. സർ. കൊച്ചിയിൽ നിന്ന് എപ്പോ എത്തി ദിവാകരൻ? ഇന്നലെ രാത്രി സർ. ഞാൻ അറിഞ്ഞതേ താൻ അവിടെ ഭയങ്കര അടിച്ചുപൊളിയായിരുന്നു. ലേറ്റ് നൈറ്റ്സ്, ഡിസ്കോതേക്ക്, ബൂസിംഗ്. ട്രൂ സർ. ടഫ് ലക്ക്. ഇവിടെ കഥ മാറി. പച്ചവെള്ളം കുടിക്കാൻ പോലും തനിക്ക് സമയം കിട്ടില്ല. നോട്ട് എ സെക്കൻഡ് ടു റിലാക്സ്. ബി ഓൺ ദ വിജിൽ. സർ. കണ്ടിട്ട് എത്ര കാലമായി വക്കച്ചോ? ഒന്നും പറയണ്ട സാറേ. മദ്യപിച്ച് കാർ ഓടിച്ചതിന് ഒരു മന്ത്രിയുടെ അളിയനെ അറസ്റ്റ് ചെയ്തു. അത് ഇത്രക്കങ്ങ് മെനക്കെടുത്തോന്ന് ഓർത്തില്ല. കേരളത്തിന്റെ മാപ്പിലെങ്ങും ഇല്ലാത്തിടങ്ങളിലേക്കല്ലയോ എന്നെ ഇട്ട് ഷട്ടിൽ അടിച്ചോണ്ടിരുന്നത്. ഇദ്ദേഹം നേരിട്ട് ഇടപെട്ടോണ്ടാ ഈ അപ്പോയിന്റ്മെന്റ് തരപ്പെട്ടത്. സുഖമാണല്ലോ ദാമോദരൻ പിള്ളേ? ഓ, എന്തൊരു സുഖം. എന്താ ഒരു വൈക്ലഭ്യം? സാറേ, സത്യത്തെ ആ തീവ്രവാദി എന്റെ ഒന്ന് മാറ്റിയതാണ്. പക്ഷെ പെപ്പൈ ഇങ്ങനെയൊക്കെ ആവും ഞാൻ ഒട്ടും നിരീക്ഷിച്ചില്ല. എടോ, ഇവിടെ വന്നപ്പോ പോലും ശ്രദ്ധിക്കുന്നു. താൻ എന്താ ഇങ്ങനെ പല ഭാഷ സംസാരിക്കുന്നത്? ഒന്നുകിൽ തിരുവനന്തപുരം, അല്ലെങ്കിൽ വള്ളുവനാട്, അല്ലെങ്കിൽ മലബാർ. ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യണം. ക്ഷമിക്കണം സാർ. കുറച്ചുകാലം ഞാൻ ഒറ്റപ്പാലം, തൃത്താല, ഏങ്ങണ്ടിയൂർ എന്നിവിടങ്ങളിലായിരുന്നു. സസ്പെൻഷനിലായിരുന്നപ്പോ ജീവിക്കാൻ വേണ്ടി 2 സീരിയലുകൾ തിരക്കഥ എഴുതിപ്പോയി. ഏത് കൂതറ സംസാരിച്ചാലും ഇല്ല, തോന്നുന്നുണ്ട്, അത്രേ ഉള്ളൂ, കേട്ടോ ആവോ എന്നൊക്കെ എഴുതിയാലേ ചാനലുകാർ സമ്മതിക്കൂ. ഇപ്പൊ എന്റെ ഭാഷ ഒരു അവിയൽ പരിവായിപ്പോയി. ഭയങ്കര ബസ്മുണ്ട്. എന്റെ ടീമിൽ നിങ്ങൾ 3 പേരും വേണമെന്നുള്ളത് എന്റെ ഒരു നിർബന്ധമാണ്. ഹാൻഡ് പിക്ക് ദ മോസ്റ്റ് ട്രസ്റ്റ് വർത്തി. അതൊരു പഴയ പ്രമാണം. പർമീന്ദർ സിംഗ്. ചാല സ്ഫോടനം നടന്ന ദിവസം സിറ്റിയിൽ കണ്ട ഡൗട്ട്ഫുൾ പ്രസൻസ്. രാവിലെ 5 മണിക്കാണ് ദാമോദരൻ പിള്ള ഇയാളെ കാണുന്നത്. ഓ തന്നെ സാറേ, അവനെ കണ്ടപ്പോഴേ ഒരു ഉടായ്പ പണത്താണ്. പിന്നെ പാസ്പോർട്ടും പാൻ കാർഡും വിസിറ്റിംഗ് കാർഡും എടുത്ത് വീശിയപ്പോ ഞാനങ്ങ് നമ്പിപ്പോയി. സംശയങ്ങൾ തോന്നിയിരുന്നത് തൃപ്രകാരം അമ്മയ്ക്കാണ് അവനെ ആരിച്ച് പിരിത്തനാ ഞാൻ. സംശയം തോന്നില്ല പിള്ളേ? അതെന്ത്? റുട്ടീൻ പോലീസ് ചെക്കിങ്ങിൽ കുടുങ്ങാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്ത് പ്രിപ്പയർഡ് ആയിരിക്കും ഓപ്പറേഷൻ ഇറങ്ങുന്ന ഒരു മിലിറ്റന്റ്. വ്യാജ തിരിച്ചറിയൽ രേഖകളും ഡിസ്ഗൈസും നൽകുന്ന ഫേക്ക് ഐഡന്റിറ്റി. പിന്നെ ഉപയോഗിച്ച വാഹനം, അതിന്റെ രജിസ്ട്രേഷനും വ്യാജം. അത് മിക്കവാറും ഏതെങ്കിലും വാഹനമോഷ്ടാക്കളിൽ നിന്ന് സംഘടിപ്പിച്ചതാവാം. സർ, നിയമസഭാ മന്ദിരത്തിനും മസ്കറ്റ് ഹോട്ടലിനും ഇടയ്ക്കുള്ള റോഡിൽ വെളുപ്പിന് 3:30 ആ വണ്ടി പാസ് ചെയ്ത് പോകുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നൈറ്റ് പെട്രോളിംഗിന് ഇറങ്ങിയ 2 കോൺസ്റ്റബിൾസ് കണ്ടിട്ടുണ്ട്. യെസ്, ഞാൻ അവരുടെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു. ഇറ്റ്സ് എ വെരി വൈറ്റൽ ഇൻഫർമേഷൻ. നിയമസഭാ മന്ദിരത്തിനുള്ള സെക്യൂരിറ്റി ബീഫപ്പ് ചെയ്യാൻ DGക്ക് ഞാൻ നോട്ട് കൊടുത്തിട്ടുണ്ട്. സർ, ചാല പരിസരത്തുള്ള 12ഓളം സാക്ഷികൾ പരമേന്ദർ സിംഗിന്റെ വെഹിക്കിൾ സ്ഫോടന ദിവസം രാവിലെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്നതായി മൊഴി നൽകിയിട്ടുണ്ട്. So let's conclude. ചാല explosion was a solo performance of terror. ഇയാളുടെ രേഖാചിത്രം മിലിറ്ററി ഇന്റലിജൻസിനും റോയ്ക്കും ഞാൻ അയച്ചു കൊടുത്തു കഴിഞ്ഞു. And they are yet to respond. The second act, ഹോം സെക്രട്ടറിയുടെ കൊലപാതകം. സർ, അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് ഇച്ചിരി കടുക്കും. കമ്മീഷൻ അദ്ദേഹം നേരിട്ട് എല്ലാ ചാനൽസും ബ്ലോക്ക് ചെയ്തിരിക്കുക. ബേസിക് ഫോറൻസിക് ഡീറ്റെയിൽസ് കിട്ടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Hey, don't get disheartened, വക്കച്ചൻ. ATSന് ആവശ്യമുള്ള എന്ത് വിവരവും ഈ ഓഫീസിൽ എത്തിയിരിക്കും in minutes. എന്നാലും ഹോം സെക്രട്ടറി അദ്ദേഹത്തെ സെക്രട്ടേറിയറ്റിനകത്ത് വെച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ അവിശ്വസനീയതയിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് തുടങ്ങാൻ. സർ, രാത്രി 1:35 ചീഫ് മിനിസ്റ്ററുടെ കോൺഫറൻസ് അവസാനിച്ചു. പിന്നെയും തന്റെ ഓഫീസിലേക്ക് പോൾ ജോസഫ് എന്തിനു പോയി? അടിയന്തര സ്വഭാവമുള്ള എന്ത് ജോലിയാണ് അദ്ദേഹം അവിടെ ചെയ്തു തീർത്തത്? അദ്ദേഹം ഓഫീസിലുണ്ടെന്നറിയാവുന്ന ഒരാൾ പെട്ടെന്നെടുത്ത തീരുമാനമാണ് അദ്ദേഹത്തിന്റെ കില്ലിംഗ്. വിലപ്പെട്ട എന്തോ ചില രേഖകൾ, സം വെരി ക്രൂഷ്യൽ ഡേറ്റ അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉറപ്പ്. ഹോം സെക്രട്ടറിയുടെ ലാപ്ടോപ്പിന്റെ സൈബർ ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടില്ല. എന്തെങ്കിലും ഇൻഫോ അതിൽ നിന്ന് റിട്രീവ് ചെയ്യാൻ പറ്റുമോന്നറിയില്ല. സോ ലെറ്റ്സ് ബിഗിൻ ആ ജോബ്. ഭീകരത ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ നെറ്റ്വർക്കാണ്. മതതീവ്രവാദവും ജിഹാദും അധികാരവുമാണ് ഇതിന്റെ മോട്ടീവ്സ് എങ്കിലും കോടിക്കണക്കിന് പണം വന്ന് കുമിയുന്ന ഒരു വ്യാപാരം കൂടിയാണിത്. ഭീകരതയുടെ സ്പൈ നെറ്റ്വർക്കിൽ ജാതി മത ഭേദമില്ലാതെ ഭാഗമാകുന്ന പ്രൊഫഷണൽസിന്റെ എണ്ണം പെരുകുകയാണ്. ദ കില്ലിംഗ് ഓഫ് പോൾ ജോസഫ്, ഏറ്റവും കറതീർന്ന ട്രാക്ക് റെക്കോർഡുള്ള ഈ IAS ഓഫീസറിന് നമുക്കാർക്കും അറിയാത്ത ഒരു ഷെയ്ഡി അതർ സൈഡ് ഉണ്ട്. വി ഹാവ് ടു എക്സ്പ്ലോർ ദി അൺനോൺ ടെറിട്ടറി. എടോ, അമ്മച്ചകത്തുണ്ടോ? മേടകത്തുണ്ട്. ഇന്ന് കോട്ടയത്തേക്ക് പോകാനിരുന്നതാ. സാറന്മാര് വരുമെന്ന് പറഞ്ഞുണ്ട്. നാളത്തേക്ക് മാറ്റി. വന്നാട്ടെ സാർ. മാഡം,
തുടർച്ചയായിട്ടുള്ള പോലീസ് എൻക്വയറി ബുദ്ധിമുട്ടാണെന്നറിയാം. കാൺ ഹെൽപ്പ് ഇറ്റ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. പറയാനുള്ളതൊക്കെ ഞാൻ കമ്മീഷണറോട് പറഞ്ഞതാ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അഡീഷണൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ. മാഡം വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? വാ, സെന്റ് തോമസ് സ്കൂളിൽ എന്റെ 2 വിത്തിനെ ഇംഗ്ലീഷ് പഠിപ്പിച്ച മാഡാ. വലിയ ഗുണമൊന്നുമില്ല. പിള്ളേര് 2 പേരും ഇംഗ്ലീഷിൽ തോറ്റുപോയി. പിന്നെ സാർ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ജീവിച്ചിരുന്ന ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്, ആർഭാടങ്ങളൊന്നും ഇല്ലാതെ. വെരി ട്രൂ. എനിക്കോ ഇച്ചായനോ വലിയ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. ഈ വീടിന്റെ ലോൺ കഴിഞ്ഞതിന്റെ മുന്നിലത്തെ വർഷം അടച്ചു തീർത്തത്. ഇപ്പോ 1 വർഷമായി കാർ ലോൺ ഉണ്ട്. വലിയ ആദർശങ്ങളുള്ള ആളായിരുന്നു. ഐ നോ ദാറ്റ്. IAS-കാരുടെ ഒരു ഈവനിംഗ് പാർട്ടിയിലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കപ്പിൾ നിങ്ങളാണ്. മാഡം, ഫ്യൂണറൽ കഴിഞ്ഞ ഉടനെ മകൻ തിരിച്ചുപോയോ? അവൻ UK MBA ചെയ്യാണ്. ഹി കാൻ സ്റ്റേ ബാക്ക് ഫോർ ലോങ്. അയ്യോ, മാഡത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ കാണാത്ത ഒരു ഡീറ്റെയിലിനെ കുറിച്ച് ഞാൻ ചോദിച്ചോട്ടെ? ഓഫ് കോഴ്സ്. സാർ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അതിരാവിലെ 1:41 മാഡം സാറിനെ ഫോണിൽ വിളിച്ചിരുന്നു. മാഡത്തിന്റെ കോൾ ലിസ്റ്റിൽ അങ്ങനെ ഒരു എൻട്രി കണ്ടു. യെസ്. വരാൻ വല്ലാതെ വൈകിയപ്പോ ഞാൻ സെല്ലിൽ ട്രൈ ചെയ്തു. സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ ഓഫീസിൽ വിളിച്ചു. വർക്കിലാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്തായിരുന്നു സാറിന്റെ മൂഡ്? ഡിസ്റ്റർബ്? ടെൻസ്? ഹി വാസ് ഇറിറ്റേറ്റഡ്. അത് പിന്നെ ജോലിക്കിടയിൽ വിളിച്ചാൽ അങ്ങനെ ആയിരുന്നു പലപ്പോഴും. ഞാൻ ഇറങ്ങട്ടെ മാം. സോറി ഫോർ ദ ട്രബിൾ. മാഡം, ഞാൻ ചെറിയൊരു സ്വാതന്ത്ര്യം എടുക്കുകയാണ്. മാഡത്തിന്റെ ഈ സ്റ്റഡ്സ് ഡയമണ്ട്സ് ആണോ? അതെ. റീസെന്റ് ബോട്ട്? ഒരു 6 മാസമായി കാണും. ഇച്ചാനൊരു ഡൽഹി ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോ ഗിഫ്റ്റ് ചെയ്തതാ. സാറിന് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു? ഇടയ്ക്ക് എന്തെങ്കിലും ഇതുപോലൊരു ഗിഫ്റ്റ്? ഇല്ല. ഇത് കിട്ടിയപ്പോ ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി. ഞാനത് പറഞ്ഞ് ഇടയ്ക്ക് ടീസ് ചെയ്യുമായിരുന്നു. ഇറ്റ് വാസ് വൺ ഓഫ് ദോസ് റെയർ മൊമെന്റ്സ്. താങ്ക്സ്. താങ്ക് യു മാം. എത്ര കാലമായി നമ്മൾ പോൾ സാറിനോടൊപ്പം കൂടിയിട്ട്? ഞാൻ ജോലിക്കാരനല്ല, പകയിലൊരാളാ. സാറിന്റെ നാട്ടിലെ കുടുംബവും പറമ്പുമൊക്കെ എന്റെ മേൽനോട്ടത്തില. ഓ, അത്രയ്ക്ക് പ്രഗത്ഭനാണെന്ന് കണ്ടാ പറയില്ലട്ടോ. Are you going somewhere, ma'am? സ്കൂൾ വരെ ഒന്ന് പോണം. ഡ്രൈവർ ഉണ്ടോ? ഇല്ല, വർഗീസ് അച്ചായൻ ഡ്രൈവ് ചെയ്യും. അദ്ദേഹം എങ്ങനെ സെൽഫ് ഡ്രൈവിംഗ് ആയിരുന്നോ? മാഡം, സാർ ഈ കാർ വാങ്ങിയിട്ട് 14 മാസം. നിങ്ങളെങ്ങനെ ഇടയ്ക്ക് ലോങ് ട്രിപ്പൊക്കെ പോകുമായിരുന്നു? നെവർ. ഇടയ്ക്ക് 2 തവണ കോട്ടയം വരെ പോയിരുന്നു. ഞങ്ങൾ 2 പേരും കോട്ടയത്തുകാരാ. ഇവിടുന്ന് സെക്രട്ടേറിയറ്റിലേക്ക് 18 കിലോമീറ്റർ. Up and down 36 kilometers. 36 kilometers into 6 days. 216 kilometers. So, ഒരു മാസം 864 kilometers. 14 മാസം കൊണ്ട് about 12,100 kilometers. അധികമായിട്ടൊരു 3000 കിലോമീറ്റർ കൂട്ടിയാൽ 15,100 കിലോമീറ്റർ. But this car has done about 20,000 plus kilometers. How? എനിക്കറിയില്ല സർ. What about Sundays? അന്ന് സാർ വീട്ടിൽ തന്നെ കാണുമല്ലോ. ഇല്ല, കഴിഞ്ഞ 1 വർഷമായി എല്ലാ ഞായറാഴ്ചയും രാവിലെ തന്നെ വെളിയിൽ പോകും. മാഡം ചോദിച്ചിട്ടില്ലേ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന്? വ്യക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻഫാക്ട് ഞങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള ഒരേ ഒരു ഇഷ്യൂ അതാണ്. എത്ര ചോദിച്ചിട്ടും കൃത്യമായൊരു മറുപടി തന്നിട്ടില്ല. താങ്ക് യു മാഡം. പിള്ളേ. സർ. സർ. പിള്ളേ. അന്വേഷിക്കുക സർ. ഞായറാഴ്ച ദിവസങ്ങളിൽ അദ്ദേഹം എങ്ങോട്ടാ മുങ്ങിയിരുന്നത് കണ്ടുപിടിക്കാം സർ. ഡു ദാറ്റ് സർ. ഹലോ ചാന്ദിനി. താനെന്താടോ ഇത്ര സീരിയസ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യണത്? ഒരു അസൈൻമെന്റ് ഫിനിഷ് ചെയ്യാനുണ്ട്. I've got a really urgent deadline. Browsing for Vinu? അതിന് ഈ സെർച്ച് എഞ്ചിൻ പോരാ. പറഞ്ഞ സമയത്തിന് വരില്ല. ചോദിച്ചാ always fake excuses. Oh come on, don't kid yourself. അവന് ഭയങ്കര വർക്ക് ലോഡ് ആണ് ചാന്ദിനി. അവന് മാത്രമേ ഉള്ളൂ. I mean, Vishal, you're also an IT professional. അരവിന്ദും ജോണും വീണ സെറ, you guys are all IT professionals. നിങ്ങളൊക്കെ ഫ്രീ ടൈം എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ.
I mean, you guys have fun, listen to music, everything. പക്ഷെ ഞങ്ങൾക്കാർക്കും പ്രേമമില്ല. അതുകൊണ്ട് പരസ്പരം ആർക്കും പരാതിയില്ല. നോ കംപ്ലൈന്റ്സ്. Here comes your Prince Charming. What a hectic day, man. വൈകിയതിന്റെ വിശദീകരണം ഇവിടെ പറഞ്ഞാൽ മതി. Sorry, I know I'm late, but Vinu, just cut the crap, okay? see, ഇത് നെറ്റിന്ന് കിട്ടിയതാ. ഒരു IT പ്രൊഫഷണൽ ആവറേജ് 16 മണിക്കൂറെങ്കിലും കമ്പ്യൂട്ടറിന് മുമ്പിൽ ചെലവഴിക്കും. അതുകൊണ്ട് റിലേഷൻഷിപ്പിൽ അവർ പരാജയപ്പെടുന്നു. ഈ ക്രൈസിസ് സോൾവ് ചെയ്യാൻ 14 ഷോർട്ട് കട്ട്സ് വായിച്ച് പഠിച്ച് I'll correct myself. Promise. Girls, I tell you, they are impossible. Curse them.